പന്നി പോർക്കിട പന്നീര ആരാണ് പോർക്ക്? രണ്ട് സെയിമാ. അപ്പൊ ബീഫ് കിട്ടാ, പോത്തുണ്ടോ? പോത്ത് പോത്ത് കവുണ്ട്. അപ്പൊ കവ് കിട്ടാ, പശു കിട്ടാ, കവ് സ്റ്റേക്ക്. അപ്പൊ പശു എന്നത് സ്റ്റേക്കാണ്. പശു കവ്. അപ്പൊ പോത്ത് കിട്ടാ, ഇത് പോത്ത് ബഫലോ അവിടെ കിട്ടാ. അപ്പൊ വീല് കിട്ടാ, വീല്. വീല് വടിമരക്കാളുള്ള വീല്. അതല്ല വീല്, ബോബി വീലൊക്കെ വീല് കിട്ടാ. വീല് ഫുഡുണ്ടോ? പോത്ത് എന്നുള്ളത് ബഫലോ ഉണ്ടല്ലേ? അപ്പൊ ഇരുന്ന് കിട്ടാ ബഫലോ. ബഫലോ ഓക്കെ, അത് കറക്റ്റാണ്. പോത്തിന്റെ ഫീമെയിലാണ് എരുമ, കൗവിന്റെ ഫീമെയിൽ കിട്ടാ. അപ്പൊ മൂരി കിട്ടാ, ചിക്കൻ. മൂരി കുട്ടി ചിക്കന് കോഴി കിട്ടാ. ചിക്കൻ. അപ്പൊ റോസ്റ്റർ കിട്ടാ. റോസ്റ്റർ കോഴിയുടെ ലെഗ്. ഡിഫറെന്റ് സൗണ്ട്സ്. ചിക്കൻ കിട്ടാ. കുഞ്ഞ കോഴി. അപ്പൊ നിന്റെ ലവറുടെ പേര് ചിക്കൻ അതേപോലെ ലവർ കോഴിയെ നീ ചിക്കൻ നിങ്ങൾ കാണാൻ ചിക്കനെ കാണാൻ പോകുന്ന പറയാ. ആ ചിക്കൻ വലിയ കുട്ടികൾക്കല്ല പറയാ. അത് കാരണം പറയാ. അപ്പൊ ചിക്കനാണത് ഇതിന്റെ ലവർ ചിക്കനാ? അല്ല, രണ്ട് മീനിങ് ഉണ്ട്. എന്താണ്? കോഴിയുടെ കുഞ്ഞു കുട്ടി. അപ്പൊ ചിക്കനാണ് കിട്ടാ. ചിക്കനാണ് എന്റെ അച്ഛൻ. അപ്പൊ റോസ്റ്റർ കിട്ടാ. ചിക്കനും റോസ്റ്ററും ഡിഫറെന്റ് സൗണ്ട്സ് അല്ലേ? ഡിഫറെന്റ് സൗണ്ട് ഉണ്ടാക്കണതാണ് അങ്ങനെ വിളിക്കുന്നത്. അതാണ് പെണ്ണാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജനറൽ പറയുന്ന ചിക്കൻ, ആനയും മിനിയൊക്കെ ചിക്കൻ എന്ന് പറയും. റോസ്റ്ററും ഹെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ്, റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണ്. അതുപോലെ തന്നെ എരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഫലോര് ഫീമെയില്, പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഫലോര് മെയില്. കൗവിലാണ് നേരത്തെ പറഞ്ഞില്ലേ, മൂരി എന്ന് പറഞ്ഞത് ആണ് കൗവില്, അതായത് പശുവില്. അതിന്റെ വൈഫാണ് പശു, വൈഫ് ഫീമെയിൽ. പശുവിന്റെ മിൽക്ക് കിട്ടുള്ളൂ. മറ്റേനെ കാളെന്നുള്ളത് മൂരി ഉണ്ടാവും. മനസ്സിലായ വൈഫിന് പറയുന്നത് പശു, ഹസ്ബൻഡിന് പറയുന്നത്